சராச்சரம் பிறந்த நற்பாதம் ஆண்டியுமரசன் வணங்கிடும் பாதம் பண்டிதன் பாமரன் பணிந்திடும் பாதம் அன்னை பத்மாவதி திருமலர் பாதம் ஸ்ரீ ஸ்ரீ பகவான் திருமலர் பாதம் சராச்சரம் பிறந்த நற்பாதம் ஆண்டியுமரசன் வணங்கிடும் பாதம் பண்டிதன் பாமரன் பணிந்திடும் பாதம் அன்னை பத்மாவதி திருமலர் பாதம் ஸ்ரீ ஸ்ரீ பகவான் திருமலர் பாதம் ஓம் ஓம் பகவான் ஈஸ்வர நமः ஓம் ஓம் பகவதி ஈஸ்வரி நமः भगवान ईश्वर नमः ओम ओम भगवती ईश्वरी नमः कानगंगडन श्रीरामनिन पादम पिंतुडर्न्दे वद सीतैयिन पादम वानरं ऋषि मुनि वणंगिय पादम अन्नै पद्मावती तिरुमलर पादम ऋषि मुनि वणंगिय पादम अन्नै पद्मावती तिरुमलर पादम श्री श्री भगवान तिरुमलर पादम ओम भगवान ईश्वर नमः ओम ओम भगवती ईश्वरी नमः ओम ओम भगवान ईश्वर नमः ओम ओम भगवती ईश्वरी नमः ओम भगवान ईश्वर नमः ओम ओम भगवती ईश्वरी नमः ओम ओम भगवान ईश्वर नमः अण्डचराचर पिरंद नற்பாதம் ஆண்டியுமரசன் வணங்கிடும் பாதம் அண்டச்சராச்சர பிறந்த நற்பாதம் வணங்கிடும் பாதம் பண்டிதன் பாமரன் பணிந்திடும் பாதம் அன்னை பத்மாவதி திருமலர் பாதம் ஸ்ரீ ஸ்ரீ பகவான் திருமலர் பாதம் அண்டச்சராச்சரம் பிறந்த நற்பாதம் ஆண்டியுமரசன் வணங்கிடும் பாதம் பண்டிதன் பாமரன் பணிந்திடும் பாதம் அன்னை பத்மாவதி திருமலர் பாதம் ஸ்ரீ ஸ்ரீ பகவான் திருமலர் பாதம் ஓம் ஓம் பகவான் ஈஸ்வர நமः ஓம் ஓம் பகவதி ஈஸ்வரி நமः ஓம் ஓம் பகவான் ஈஸ்வர நமः ஓம் ஓம் பகவதி ஈஸ்வரி நமः श्रीरामनिन पादम पिंतुडर्न्दे वद सीतैयिन पादम वानरं ऋषि मुनि वणंगिय पादम अन्नै पद्मावती तिरुमलर पादम कानगं நடந்த श्रीरामनिन पादम पिंतुडर्न्दे वद सीतैयिन पादम वानरं ऋषि मुनि वणंगिय पादम अन्नै पद्मावती तिरुमलर पादम श्री श्री भगवान तिरुमलर पादम ओम भगवान ईश्वर नमः ओम ओम भगवती ईश्वरी नमः ओम ओम भगवान ईश्वर नमः ओम ओम भगवती ईश्वरी नमः ओम ओम भगवान ईश्वर नमः ओम ओम भगवती ईश्वरी नमः ओम ओम भगवान ईश्वर नमः ओम ओम भगवती ईश्वरी नमः श्री श्री भगवान ईश्वर नमः अण्डचराचर पिरंद नற்பாதம்
परंज्योति 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 हरे हरे। जय बोलो तिरुकल्याण महोत्सव श्री अम्मा भगवान की ഇപ്പൊ ആദ്യം ആരുടെ കയ്യിലെല്ലാം കങ്കണം ഉണ്ടോ സ്ത്രീകൾ ഇടത്തെ കയ്യിലും പുരുഷന്മാർ വലത്തെ കയ്യിലും കങ്കണം കെട്ടുക. ഓം ജാതവേദസേ സുനവാമസോ മമനാതി യതോ വിദഃ ദിവേദഃ സന പരിഷദതി ദുർഗാനി വിശ്വാനാദി വസിന്ധും ദുരിതാന്യഗ്നിഃ. ഓം ശ്രീയേ ജാതശ്രിയ ആകര്യ. ഭഗവതി ഭഗവാനുക്ക് നമ്മൾ ഈ സമയത്ത് പവിത്രമായ സ്നാനം ചെയ്യാൻ പോകുന്നു. നിങ്ങളെല്ലാവരും ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ശരീരം മനസ്സ് നിങ്ങളുടെ ചൈതന്യം അതിൽ ശുദ്ധീകരണം നടന്ന് ശ്രീ പരംജ്യോതി അമ്മ ഭഗവാന്റെ ആശീർവാദം കിട്ടി നിങ്ങളുടെ ജീവിതം പവിത്രമാകണം എന്നെല്ലാവരും പ്രാർത്ഥന ചെയ്യുക. മംഗളസ്നാനത്തിനായി വേദിയിലേക്ക് വനജ ഗിരിമനോജി എറണാകുളം, വനജ സുകുമാർ ജി തൃശൂർ എന്നിവരെ ക്ഷണിക്കുന്നു. Oh
ജയ ഗുണ മംഗള പ്രദാത ശ്രീമ ഭഗവാനക്ക്. ഇപ്പൊ ഇനി അടുത്തതായിട്ട് ഗണപതി പൂജ. ഈ സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെല്ലാം തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ ബന്ധത്തിലാകാം, നിങ്ങളുടെ ബിസിനസ്സിലാകാം, നിങ്ങളുടെ ഉദ്യോഗത്തിലാകാം, നിങ്ങളുടെ വേറെ ഏത് ആരോഗ്യത്തിലാകാം. എവിടെയെല്ലാം തടസ്സമുണ്ടോ, ഐശ്വര്യത്തിൽ, ആരോഗ്യത്തിൽ, ബന്ധത്തിൽ എവിടെ തടസ്സങ്ങളുണ്ടോ അതെല്ലാം മാറിക്കിട്ടാനായിട്ട് ഇപ്പം എല്ലാവരും സങ്കല്പം എടുത്ത് പ്രാർത്ഥിക്കുക. വിഘ്നേശ്വര പൂജയ്ക്കായി വേദിയിലേക്ക് ഷീലാദാസ് ജി ചേർത്തല, സരസ്വതി ഉണ്ണിജി മലബാർ, പ്രിയ മിത്രൻ ജി തൃശൂർ, ചന്ദ്രിക ജി തൃശൂർ, ഗോപകുമാർ ജി ബഹ്റൈൻ, ശശി ജി തിരുവനന്തപുരം, രമ ടീച്ചർ തിരുവനന്തപുരം, പ്രീത അശോകൻ ജി തിരുവനന്തപുരം, വിജയ ജി തിരുവനന്തപുരം, ദേവകി ജി മലബാർ, അജ്മോൾ അനിൽകുമാർ ജി ആലപ്പുഴ, ഷിബുജി ഇടുക്കി, ബിബി ടീച്ചർ തൃശൂർ, സിന്ധു ജി തിരുവനന്തപുരം, ലളിത വേണുഗോപാൽ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഇരിക്കുക. വരൂ വരൂ, എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. എല്ലാവരും ഒരുമിച്ച് വന്നിരിക്കുന്നുണ്ടോ? വളരെ സന്തോഷം. നല്ല ഒരുമയ്ക്ക് തോന്നുന്നുണ്ട്, ഒരുമയുണ്ട്. എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാം. ഞാൻ ക്ഷണിച്ചതാണ്. വരൂ വരൂ, എല്ലാവർക്കും സ്വാഗതം, എല്ലാവർക്കും നമസ്കാരം. അതെ, ലോകത്തിൽ വിലമതിക്കാൻ പറ്റാത്തതായുള്ള ഒന്നാണ് നമ്മുടെ ബന്ധങ്ങൾ, അല്ലേ? വളരെ ശരിയാണ്. ഇപ്പം എല്ലാവരും ചായ കുടിച്ചിട്ട് ചടങ്ങിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ചായ എടുക്കട്ടെ, എല്ലാവർക്കും ചായ എടുക്കട്ടെ.
ആവാലോ, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും മധുരം വേണ്ട കേട്ടോ. ആവാലോ, ഞങ്ങൾക്ക് മധുരം വേണ്ട കേട്ടോ. എന്താ വധുവിന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും പ്രമേഹമാണോ? അല്ല, സത്യത്തിൽ ബ്രോക്കർ നിങ്ങളുടെ മകളുടെ ഫോട്ടോ കാണിച്ചു തന്ന ശേഷം അപ്പോൾ മുതൽ ഞങ്ങളുടെ സർവവും മധുരമായി മാറി. ഞങ്ങൾക്കും അതെ, വരന്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും ഉള്ളിൽ ആനന്ദം കൊണ്ട് നിറഞ്ഞു. രണ്ടു കൂട്ടർക്കും സന്തോഷമായെങ്കിൽ നമുക്ക് ചടങ്ങിലേക്ക് പോകാം അല്ലേ? നിങ്ങളുടെ കല്യാണ ചെറുക്കനെ പറ്റി ഒന്ന് വർണ്ണിക്കാമോ? തീർച്ചയായും. ഞങ്ങളുടെ കല്യാണ ചെക്കനെ പറ്റി വർണ്ണിച്ചാൽ അവസാനിക്കില്ല. അത്രയും വർണ്ണനകളാണ്. ഞങ്ങളുടെ മകനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സ്വർണ്ണ നിറമാണ്. ഞങ്ങളുടെ മകനെ കണ്ടാൽ, നടന്നു വരുന്നത് കണ്ടാൽ സ്വർണ്ണ തേരാണ്. നിങ്ങൾ അവിടെ ഒന്ന് വന്ന് നിന്നാൽ അവിടെ വണ്ട സ്റ്റെമ്പിളാണ്. പിന്നെ ഒരു ചെറിയ കഷണ്ടി ഉണ്ടെന്നേ ഉള്ളൂ. അത് പിന്നെ ഞങ്ങളുടെ മകന്റെ സൗന്ദര്യത്തിന്റെ മുന്നിൽ അതൊന്നും അല്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. ആ ചിരി മതി. ആ ചിരിയിൽ എന്നെ എല്ലാവരും മയങ്ങും. ഞങ്ങളെ തെറ്റായി എടുക്കില്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ മകൻ എല്ലാവർക്കും ടീച്ചിങ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നെ എല്ലാവരെയും കാണുമ്പോഴും ഐ ലവ് യു ഓൾ എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താണ്? അയ്യോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് എല്ലാ ജനങ്ങൾക്കും ആനന്ദവും സമാധാനവും ജീവിക്കാനുള്ള ജ്ഞാനമാണ് ടീച്ചിങ്ങായി നൽകുന്നത്. ഞങ്ങളുടെ മകൻ എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നു. അതാണ് ഐ ലവ് യു ഓൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓഹോ, അങ്ങനെയാണോ? അപ്പോൾ അവരൊരു ടീച്ചറാണല്ലോ. ഞങ്ങളുടെ മകൻ ഇഹത്തിലും പരത്തിലും എങ്ങനെ ജീവിക്കണമെന്ന് എല്ലാവരും പഠിപ്പിക്കുന്ന ഗുരുവാണ്. ഓഹോ, അതിഗംഭീരം. പിന്നെ പയ്യൻ 74,000 81,000 എന്നൊക്കെ പറയുന്നതായി കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ സ്ത്രീധനം എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണെങ്കിലും പറയൂ. നിങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ മകൻ പറയുന്നത് 81,000 ആളുകൾക്ക് മുക്തി ലഭിച്ചാൽ ഭൂലോകം സ്വർഗലോകമായി മാറുമെന്നാണ്. അതെ, നിങ്ങളുടെ മകൾ മിടുക്കിയാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ മകളുടെ ഗുണഗണങ്ങളെ പറ്റി ഒരുപാട് കേട്ടിരിക്കുന്നു. ഒന്ന് പറയാമോ? അതെ അതെ, ഞങ്ങളുടെ മകൾ അതിസുന്ദരി, ജഗത് ജനനി, ആദിപരാശക്തി, മഹാലക്ഷ്മിയാണ്. എല്ലാ സ്ത്രീകൾക്കും ധൈര്യമായും ശക്തിയായും ബുദ്ധിയായും ഐശ്വര്യമായും ആരോഗ്യമായും ഞങ്ങളുടെ മകൾ വിളങ്ങി നിൽക്കുന്നു. ഞങ്ങളുടെ മകൾ കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചാൽ അവിടെ അനുഗ്രഹ പെരുമഴയാണ്. വളരെ സന്തോഷം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഞങ്ങളുടെ മകൻ ഭക്ഷണപ്രിയനാണ്. നിങ്ങളുടെ മകൻ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയുമോ? വളരെ നന്നായി അറിയാം. ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ മകൻ എല്ലാ വെള്ളിയാഴ്ചയും പൂജയിൽ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എല്ലാ വീട്ടിലും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് അവർ മേടിക്കുന്ന പലതരം പലഹാരങ്ങൾ കഴിച്ച് അവരെ സന്തോഷത്താൽ ആരാധിക്കുന്നുണ്ട്. വളരെ ഞങ്ങളുടെ മകൻ്റെ ഒരു ചെറിയ കുടുംബമാണ്. അവർ നൽകുന്നതിൽ ഏറ്റവും ഇഷ്ടം മകന് വടയും ബജ്ജിയുമാണ്. വടയും ബജ്ജിയും പായസവും വളരെ ഇഷ്ടമാണ്. ഇതിലൊട്ട് വിഷമിക്കേണ്ട. ഞങ്ങളുടെ മകൾ പാചക വിദഗ്ധയാണ്. കൂടാതെ ഞങ്ങളുടെ മകൾ എല്ലാവർക്കും ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യും. നിങ്ങളുടെ മകൾ എന്ത് ചെയ്തു? ഞങ്ങളുടെ മകൻ ബഹുമുഖ പ്രതിഭയാണ്. ലളിതമായ ടീച്ചിങ്ങിലൂടെ ജ്ഞാനം പകർന്നതിനാൽ അധ്യാപകനാണെന്ന് പറയാം. വിവിധ പ്രക്രിയകളിലൂടെ തലച്ചോറിനും കോശങ്ങൾക്കും മാറ്റം വരുത്തതിനാൽ ഡോക്ടറാണെന്നും പറയാം. ഞങ്ങളുടെ മകൻ എല്ലാവരുടെയും പ്രോഗ്രാമിലുള്ള പ്രശ്നങ്ങൾ മാറ്റി ന്യൂറോബയോളജിക്കൽ ഷിഫ്റ്റ് നടത്തി ജനങ്ങളെ മുഖ്യത്തിലേക്ക് നയിക്കുന്നു. നിങ്ങളുടെ മകൻ ലോകനായകൻ തന്നെ. വളരെ സന്തോഷം. ഇതെല്ലാം എങ്ങനെ ചെയ്യുന്നു? കൂടാതെ
പയ്യന് എന്തൊക്കെയോ അത്ഭുത സിദ്ധികളുണ്ടെന്ന് കേൾക്കുന്നു, ശരിയാണോ? അതെ അതെ, നിങ്ങൾ കേട്ടതെല്ലാം ശരിയാണ്. ഞങ്ങളുടെ പയ്യന്റെ ഒരു നോട്ടത്തിൽ തന്നെ മൂകൻ വാചാലനാകുന്നു, അന്ധന് കാഴ്ച ലഭിക്കുന്നു, മുടന്തൻ നടക്കാൻ തുടങ്ങുന്നു. ലക്ഷ്മി നരസിംഹനെ പോലെ ആ കൈകളാൽ തൻ്റെ മക്കളെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നു. പിന്നെ എല്ലാ ദിവസവും ടീച്ചിങ് കൊടുത്തും വിവിധ കോഴ്സുകളിൽ പ്രക്രിയകളിൽ എല്ലാ കൂടിയും ഞങ്ങളുടെ മകൻ ജനങ്ങളെ വഴി നടത്തുന്നു. എല്ലാവരും ഈ കോൺഫറൻസുകളിൽ, പൂജകളിൽ, ഹോമങ്ങളിൽ പങ്കെടുത്ത് ആബാലവൃദ്ധ ജനങ്ങളും ഐശ്വര്യം, ആരോഗ്യം, ജീവിത വിജയം, കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും നേടുന്നു. വളരെ വളരെ സന്തോഷം. ഞങ്ങളുടെ വീട്ടിലെ മഹാലക്ഷ്മിക്ക് ചേർന്ന സർവേശ്വരൻ തന്നെ പയ്യൻ. ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് പരിപൂർണ സമ്മതം. ഈ വിവാഹം ലോക സമാധാനത്തെ, ഐക്യത്തെ പ്രതിദാനം ചെയ്യുന്നു. ഈ തിരുകല്യാണത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരിലും വൈകാരികമായും മാനസികമായും ആരോഗ്യമായും മാറ്റം സംഭവിക്കും. ഈ ദൈവിക സംഗമത്തിലൂടെ സ്വർണയുഗം സാധ്യമാവും. 81,000 അല്ല, കോടിക്കണക്കിന് ജനങ്ങൾക്ക് മുക്തി നേടും. എല്ലാവർക്കും തിരുകല്യാണ മഹോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈസി ആയിട്ട് കിട്ടും. ആ ബന്ധമാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ആ ഒരു പരഭക്തി വേണം. പരഞ്ജ്യോതി അമ്മ ഭഗവാനായിട്ട് നമുക്ക് ആ പവിത്രമായ ബന്ധം വേണം എന്നിപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ബ്രഹ്മബന്ധത്തിലായ വേദിയിലേക്ക് ശശി തിരുവനന്തപുരം